അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു അറേബ്യൻ പുഡിങ്ങാണ്. മാംഗോ വെച്ചിട്ട് ഒരു അറേബ്യൻ ഡിലൈറ്റ് എന്നൊക്കെ പറയാം. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷുമാണ്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ സെയിലും ചെയ്യാം. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഡിഷാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൽ മാംഗോ ആണ് വരുന്നത്. നമുക്കിതിലധികം കുക്കിംഗ് ഒന്നും വരുന്നില്ല, പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അവർക്കൊരു സ്വീറ്റ്സൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ പിന്നെ മാംഗോൻ്റെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് എടുക്കുന്നത്, 1 ലിറ്റർ. അപ്പോൾ അതിന് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, 1 ലിറ്റർ പാല്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതിലേക്ക് 2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനും ഇട്ട് കൊടുക്കണില്ല. 1 കപ്പ് ഇട്ടതിൻ്റെ ശേഷം രണ്ടാമത്തെ കപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല, കാരണം ഞങ്ങൾക്ക് നല്ല മധുരം ഇവിടെ വല്ലാണ്ട് ഇഷ്ടമല്ല. പിന്നെ നമ്മളെല്ലാത്തിലും കുറേശ്ശെ മധുരം യൂസ് ചെയ്യണത് കാരണം ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് മിൽക്കിലെന്തോ പഞ്ചസാരയിലാണോ മിൽക്കിലാണോ എന്തോ ഒരു ചെറിയ കരട് കണ്ടു. അപ്പോൾ അതൊന്നിങ്ങനെ അരിപ്പ വെച്ചിട്ട് കോരിയെടുക്കുകയാണ്. ഞാനിത് വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 മാങ്ങ തൊലിയൊക്കെ ചെത്തിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പൾപ്പ് തയ്യാറാക്കണം. പാല് തിളക്കുന്നതിൻ്റെ മുന്നേ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാല് ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ച കസ്റ്റാർഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പാലിന് കുറുക്കം കുറവാണെന്ന് കണ്ടപ്പോൾ പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ചെറിയ കുറുക്കം വരണം. നല്ല കട്ടി വേണ്ട. നമുക്ക് നല്ല കട്ടി ഉണ്ടെങ്കിൽ എന്താ പറയുക, എനിക്കൊരു ടേസ്റ്റ് തോന്നണില്ല. അപ്പോൾ ഞാൻ ഒരു മീഡിയം കട്ടിയിലുള്ളൂ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി കലക്കി ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് നല്ലോണം തിളപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കട്ടെ, പഞ്ചസാരക്ക് പകരം. പക്ഷേ ഞാൻ ഷുഗർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിൽ ഒന്നും കൂടി മധുരം കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടില്ല. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 1/2 ടിന്നൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും, ഒന്നും കൂടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് വല്ലാണ്ടല്ല, അപ്പോൾ അത് കാരണം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഒന്ന് കൈയിളക്കാതെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് അടി പിടിച്ച് പോകും കസ്റ്റാർഡ് യൂസ് ചെയ്യണ കാരണം. ഒന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു കുറുക്കം. അതിൻ്റെ ശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി. എന്നിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ 2 മാങ്ങ നമ്മൾ ഒന്ന് നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ, നമുക്ക് മാംഗോൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിലേക്ക്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും. ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിലും നമ്മൾ ഷുഗർ കുറേശ്ശെ യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് മധുരം കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് പാലിൽ ഷുഗർ ഇട്ട് കൊടുക്കാൻ. ഇനി നല്ലോണം മിക്സ് ചെയ്യത് കുറച്ച് വിപ്പിംഗ് ക്രീമും ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് മാങ്ങൻ്റെ പൾപ്പ്, അതും കൂടി കുറച്ച് മിൽക്ക് മെയ്ഡും നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് ഉണ്ടല്ലോ, അത് ഒന്ന് ചൂടാറോളം വെയിറ്റ് ചെയ്യണം കേട്ടോ.
എന്നിട്ട് നമ്മൾ ഏതിലാണോ തയ്യാറാക്കണേ ആ ട്രേയിലേക്ക് ഒന്ന് അടിയിൽ അതിൻ്റെ ബോട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കണം ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നിരത്തി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ നല്ലോണം കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല കട്ടിയായാൽ ഈ ബ്രെഡിലേക്ക് ഇതിൻ്റെ ഈ കസ്റ്റാർഡ് ഇറങ്ങൂല. അപ്പോൾ ഒരു ചെറിയ കട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ ഒഴിച്ചു കൊടുക്കണ കാണുമ്പോൾ. ഇതൊരു അറേബ്യൻ പുഡിങ്ങാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ബ്രെഡിലേക്ക് ഇതിൻ്റെ ഈ കസ്റ്റാർഡൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് അത്യാവശ്യം നല്ലോണം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ മാംഗോ പൾപ്പും മിൽക്ക് മെയ്ഡും ഒഴിച്ച് ആ മിക്സ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ. പിന്നെ അതൊന്ന് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം മാംഗോ ചെറുതായി കട്ട് ചെയ്തതാണ് അതൊന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ആ ക്രീം ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി നമുക്കൊന്ന് വിപ്പ് ചെയ്ത ക്രീം ഒന്നും കൂടി ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ഉടനെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലോണം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ മാംഗോ പ്യൂരി ഞാൻ കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ലോണം വേണമെങ്കിൽ നല്ലോണം ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചെറുതായിട്ട് 2 മാംഗോ ആണ് നമ്മൾ പ്യൂരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് മുഴുവൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മാംഗോ മതിയെങ്കിൽ, ഒരു മാംഗോ ഉള്ളെങ്കിൽ ഒരു മാംഗോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് പൾപ്പ് പിന്നെ അവിടെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് വേറൊരു പുഡിങ്ങും കൂടി മാംഗോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തു. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ വീണ്ടും ചെറുതായി ചോപ്പ് ചെയ്ത മാംഗോ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കാഷ്യും ബദാമും ചോപ്പ് ചെയ്തെടുത്തതാണ്, അതൊന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ബ്ലാക്ക് റേസിൻസ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുഡിങ്ങിൻ്റെ കാര്യം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ല, വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് റേസിൻസ് ഒന്ന് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളെ കയ്യിൽ കാഷ്യും ബദാമൊന്നും ഇല്ലെങ്കിലും നമുക്ക് മാംഗോ മാത്രം കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട വീഡിയോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.